യേശു തമ്പുരാൻ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയതിനു ശേഷം ഇപ്രകാരം ഒരു വചനം സുവിശേഷം കുറിച്ചിട്ടുണ്ട്. ലൂക്ക 5:16. അവനാകട്ടെ വിജനപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. ഒരാൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നും അവൻ വിജനപ്രദേശത്തിലേക്ക് മാറാനുള്ള ഒരു സമയം യേശു തമ്പുരാൻ ജീവിതത്തിൽ കണ്ടെത്തുകയാണ്. കൂട്ടങ്ങളിൽ നിൽക്കുന്നുണ്ട്, എന്നാൽ ചില ഇടവേളകളിൽ അവൻ പിൻവാങ്ങുന്നുണ്ട്. അവൻ ഒറ്റയ്ക്കായിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ വിജനത ഇഷ്ടപ്പെടുന്നുണ്ട്. ഒറ്റയ്ക്കായിരിക്കുന്ന അനുഭവം ജീവിതത്തിൽ വേണ്ടേ? ഈ കൂട്ടത്തിനിടയിൽ യേശു തമ്പുരാൻ എന്തിന് വിജനപ്രദേശത്തിനെ പ്രാധാന്യമായി കണ്ടു? ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്കായിരിക്കുക എന്ന് പറഞ്ഞാൽ തമ്പുരാനോടൊപ്പമായിരിക്കുക എന്നതാണ്. ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിൻ്റെ പേരാണ് വിജനപ്രദേശം. നിന്റെ ഭവനത്തിൽ ഒരു വിജനപ്രദേശം ഉണ്ടാവട്ടെ. പ്രാർത്ഥനയിൽ ദൈവവുമായി ഒരുമിക്കുന്ന ഒരു മിനിറ്റിൻ്റെ പേരാണ് വിജനപ്രദേശം. ആമേൻ.